സ്റ്റാമ്പുകളുടെ അപൂർവ ശേഖരവുമായി പഴയങ്ങാടി വാടിക്കലിലെ കല്ലുപറമ്പിൽ ഹർഷൻ. വിവിധ രാജ്യങ്ങളുടെ നാണയങ്ങളും കറൻസികളും ഇദ്ദേഹത്തിന്റെ ശേഖരത്തിലുണ്ട്. 80-ാം വയസ്സിലും ആതുര സേവന രംഗത്തും നിറസാന്നിധ്യമാണ് ഹർഷൻ. നമസ്കാരം. നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് പഴയങ്ങാടി വാടിക്കലിലാണ്. വാടിക്കലിൽ നമ്മൾ പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത് കല്ലുപറമ്പിൽ ഹർഷേട്ടനെയാണ്. ഹർഷേട്ടനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ഒരു ദൈവതുല്യനായ മനുഷ്യനാണെന്ന് പറയാം. കാരണം അദ്ദേഹം ആരോഗ്യവകുപ്പിൽ നിന്ന് റിട്ടയർ ചെയ്ത ശേഷവും സാന്ത്വനവുമായി പാവപ്പെട്ട രോഗികളുടെ വീട്ടിലേക്ക് ഇന്നും കയറി ചെല്ലുന്ന മനുഷ്യനാണ്. അതിലുപരി കഴിഞ്ഞ 50 വർഷമായി ഇദ്ദേഹം സ്റ്റാമ്പ് ശേഖരവും അതുപോലെ തന്നെ നാണയങ്ങളും കറൻസികളൊക്കെ ശേഖരിച്ചിട്ടുണ്ട്. അതിൻ്റെ വിശേഷങ്ങൾ നമുക്ക് ഹർഷേട്ടനോട് ചോദിക്കാം. ഏതൊക്കെ തരത്തിലുള്ള സ്റ്റാമ്പുകളാണുള്ളത്, പ്രധാനപ്പെട്ട സ്റ്റാമ്പുകൾ ഏതൊക്കെയാണെന്നുള്ളതെന്ന് പറയാമോ? ഇന്ത്യയുടെ മുഴുവൻ സ്റ്റാമ്പുകളുണ്ട് എൻ്റെ അടുത്ത്. മഹാന്മാരുടേതുണ്ട്, പക്ഷികളുടേതുണ്ട്, മൃഗങ്ങളുണ്ട്, മത്സ്യമുണ്ട്, ബിൽഡിംഗ് ഉണ്ട്, പോസ്റ്റ് ഓഫീസുകളുടെ ഉണ്ട്. എന്തെല്ലാം വിശേഷങ്ങൾ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് ഇറക്കിയിട്ടുണ്ടോ അതെല്ലാം ഞാൻ കളക്ട് ചെയ്തിട്ടുണ്ട്. ഇന്ത്യയുടെ ആദ്യത്തെ സ്റ്റാമ്പ് എങ്ങനെയുള്ള ചിത്രം? ആദ്യത്തെ സ്റ്റാമ്പ് എന്ന് പറയുന്നത് 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ നമ്മുടെ ദേശീയ പതാകയും മറ്റേ ദീപസ്തംഭത്തിന്റെ 2 സ്റ്റാമ്പാണ് ഇറക്കിയത്. അതിന് എത്രയായിരുന്നു? അശോക സ്റ്റാമ്പ്. അന്നതിന് ₹1 വില. പക്ഷെ ഇന്നതിന് 1500 രൂപയുണ്ട് ഒരു സ്റ്റാമ്പിന്. അതുപോലെ തന്നെ AKGയുടെ സ്റ്റാമ്പ്. ഞാൻ പയ്യന്നൂര് എക്സിബിഷൻ നടത്തുമ്പോൾ ടി ഗോവിന്ദൻ MP ആണ് ഇത് ഉദ്ഘാടനം ചെയ്തത്. അയാൾ ഈ കംപ്ലീറ്റ് സ്റ്റാമ്പുകൾ ഇങ്ങനെ നോക്കി വന്നിട്ട് എന്നോട് ചോദിച്ച് AKGയുടെ സ്റ്റാമ്പ് ഇല്ലേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു സാറേ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. ഞാൻ കൂട്ടിക്കൊണ്ടുപോയി കാണിച്ചു കൊടുത്തു. ആ ഫോട്ടോ ഇവിടെ ഉണ്ട്, AKGയുടെ ഫോട്ടോ നോക്കുന്നത്. അങ്ങനെ കാരണം അതുപോലെ തന്നെ നമുക്ക് പറയാം സ്റ്റാമ്പ് ശേഖരണത്തിന് കൂടാതെ തന്നെ നാണയങ്ങൾ ഏതൊക്കെ രാജ്യങ്ങളുടെ നാണയമാണുള്ളത്? എത്ര നാണയങ്ങളുണ്ട്? 35 രാജ്യങ്ങളുടെ 35 രാജ്യങ്ങളുടെ കോയിൻസ് ഇപ്പം ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ധാരാളം കോയിൻസ് ഉണ്ട്. ഇത് സെറ്റ് ചെയ്യണമെങ്കിൽ അതിന് പ്രത്യേകിച്ച് ഒരു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്. അങ്ങനെ സെറ്റ് ചെയ്യണം, അതിന് വലിയ പൈസയാകും. അതുപോലെ ഈ കറൻസി ഉണ്ടല്ലോ, കറൻസി ഉണ്ട്. 65 രാജ്യങ്ങളുടെ കറൻസി ഉണ്ട്. സദ്ദാം ഹുസൈൻ്റെ കറൻസി വരെ എൻ്റെ അടുത്തുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ പറഞ്ഞു നമ്മുടെ ആരോഗ്യ മേഖലയിൽ നിന്നാണ് റിട്ടയർ ചെയ്തത്. അതിനുശേഷമുള്ള സേവനങ്ങൾ എങ്ങനെയാണ് ഇപ്പോഴും? അതിന് ശേഷം എന്ന് പറഞ്ഞാൽ ഞാനൊരു 3 കൊല്ലം ഇവിടെ ഒരു സ്നേഹ പാലിയേറ്റീവ് എന്ന് പറഞ്ഞിട്ട് അവിടെ പോയി. അവിടെ ചെന്നപ്പോൾ ഞാനിത് ആരോഗ്യ വകുപ്പിൽ ചെന്നില്ലേ, ഞാൻ അവരോടെല്ലാം സപ്പോർട്ട് ചെയ്തിട്ടാണ് അവിടെ സ്നേഹ പാലിയേറ്റീവ് തുടങ്ങിയത്. അത് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ നമ്മൾ ധാരാളം വീടുകളിൽ പോയിട്ട് എല്ലാം ചികിത്സയായിരുന്നു. അന്ന് ഓട്ടോറിക്ഷയൊക്കെ പോവുക. പിന്നെ നോക്കുമ്പോഴേക്കും അവർ സാമ്പത്തികമായിട്ട് അവരെല്ലാം ഗൾഫ് ആളുകളായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ ഇത്ര ആളുകളെ ഇത്ര രോഗികളെ നോക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അവർ പൈസ ഉണ്ടാക്കാൻ തുടങ്ങി. 2 ആംബുലൻസ് ആക്കി. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ അവർ സാമ്പത്തികമല്ലേ നോക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു സാമ്പത്തികം എനിക്കത് മനസ്സിനൊരു ഇത് വരുന്നുണ്ട്. ഇപ്പം ഞാൻ ഫ്രീ ആയിട്ടാണ് പോകുന്നത്. ഏതായാലും വളരെയധികം സന്തോഷമുണ്ട്. പിന്നെ ചോദിച്ചോട്ടെ, സ്വന്തം പേരിലുള്ള സ്റ്റാമ്പ് ഉണ്ടോ? സ്വന്തം പേര് സ്റ്റാമ്പുണ്ട്. സ്വന്തം പേരിൽ സ്റ്റാമ്പ്. സ്വന്തം പേരിൽ സ്റ്റാമ്പ്. ഞാൻ ഈ സ്റ്റാമ്പെല്ലാം ഇങ്ങനെ നോക്കുമ്പോൾ ഞാൻ വിചാരിക്കും ഭഗവാനെ എൻ്റെ ഒരു സ്റ്റാമ്പ് വരൂ. അപ്പോൾ എൻ്റെ സ്റ്റാമ്പ് വരണമെങ്കിൽ ഞാൻ അത്ര മഹാനായിരിക്കണ്ടേ. അങ്ങനെ നിൽക്കുമ്പോഴാണ് പേപ്പറിൽ കണ്ടത് നോ യുവർ സ്റ്റാമ്പ് എന്ന് പറഞ്ഞിട്ട് 30 സ്റ്റാമ്പിന് 300 രൂപ, 12 സ്റ്റാമ്പ് 300 രൂപ അയച്ചാൽ നിങ്ങളുടെ ഫോട്ടോ വെച്ചിട്ട് സ്റ്റാമ്പ് തരുമെന്ന് പറഞ്ഞു. അതേമാതിരി തന്നെ അപ്പോൾ തന്നെ ഞാൻ പിറ്റേ ദിവസം പോയി 300 രൂപ കൊടുത്ത് ഹെഡ് പോസ്റ്റ് ഓഫീസിൽ പോയി ഒരു ഫോട്ടോയും കൊടുത്ത് അവിടെ സ്റ്റാമ്പ് അങ്ങനെ 12 സ്റ്റാമ്പ് വാങ്ങിച്ച് ആ സ്റ്റാമ്പ് വരുന്നുണ്ട്. അപ്പോൾ ജീവിച്ചിരിക്കുന്ന ഒരാളുടെ സ്റ്റാമ്പ് മാത്രമേ ഇന്ന് ഇതിലുള്ളൂ. എന്തായാലും വളരെയധികം മനോഹരമായിട്ടുണ്ട്. ഈ 80-ാമത്തെ വയസ്സിലും കർമ്മനിരതനായിക്കൊണ്ട് പാവപ്പെട്ട രോഗികൾക്ക് സ്വാതന്ത്ര്യമേകിക്കൊണ്ട് തൻ്റെ സ്റ്റാമ്പുകളും അതുപോലെ തന്നെ കറൻസികളുമൊക്കെ പുതുതലമുറക്ക് പരിചയപ്പെടുത്തിക്കൊണ്ട് ഇന്നും നാട്ടുകാരിൽ ഒരാളായി ജീവിക്കുകയാണ് കല്ലേപ്പറമ്പിൽ ഹർഷേട്ടൻ. ഹർഷേട്ടന് എല്ലാവിധ ഭാവുകങ്ങളും നേരുകയാണ്. ക്യാമറമാൻ പ്രണവ് പെരുവാമ്പിയോടൊപ്പം നികേഷ് താവം, നെറ്റ്വർക്ക് ന്യൂസ്.